ഹായ് സ്റ്റുഡൻസ്, +1 ഇംഗ്ലീഷ് ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ ദ മിറർ വിത്തിൻ അതിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഫൂഫി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രെവർ നോവ എന്ന എഴുത്തുകാരൻ തൻ്റെ ജീവിതാനുഭവം പങ്കുവെക്കുന്ന ഒരു കഥയാണ് ഫൂഫി എന്ന് പറയുന്നത്. പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഓതറിനെ ഒന്ന് പരിചയപ്പെടാം. ട്രെവർ നോവ വാസ് ബോൺ ഇൻ ജോനാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ ജോനാസ്ബർഗിലാണ് ട്രെവർ നോവ ജനിച്ചത്. ഹി ഈസ് എ വെൽ നോൺ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, ടെലിവിഷൻ ഹോസ്റ്റ്, പൊളിറ്റിക്കൽ കമൻറ്റേറ്റർ ആൻഡ് ഓതർ. അദ്ദേഹം ഒരു മികച്ച സ്റ്റാൻഡപ്പ് കൊമേഡിയനും ടെലിവിഷൻ അവതാരകനും രാഷ്ട്രീയ നിരൂപകനും അതേപോലെ തന്നെ എഴുത്തുകാരനുമായിരുന്നു. ദ അനക്ഡോട്ട് ഫൂഫി ഈസ് ഫ്രം ഹിസ് മെമ്മോയർ ബോൺ എ ക്രൈം, സ്റ്റോറീസ് ഫ്രം എ സൗത്ത് ആഫ്രിക്കൻ ചൈൽഡ്ഹുഡ്, പബ്ലിഷ്ഡ് ബൈ ഹഷേറ്റ് ഇന്ത്യ. ഹഷേറ്റ് ഇന്ത്യ പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ മെമ്മോയർ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പായിട്ടുള്ള ബോൺ എ ക്രൈം, സ്റ്റോറീസ് ഫ്രം എ സൗത്ത് ആഫ്രിക്കൻ ചൈൽഡ്ഹുഡ്, അതിൽ നിന്നെടുത്ത അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവമാണ് ഫൂഫി എന്ന് പറയുന്ന ചാപ്റ്റർ. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഫൂഫി ബൈ ട്രെവർ നോവ. എ മന്ത് ആഫ്റ്റർ വി മൂവ് ടു ഏദൻ പാർക്ക്, മൈ മദർ ബ്രോട്ട് ഹോം 2 cats. ഞങ്ങൾ ഏദൻ പാർക്കിലേക്ക് മാറി ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ 2 പൂച്ചകളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ബ്ലാക്ക് ക്യാറ്റ്സ്, കറുത്ത പൂച്ചകൾ. ബ്യൂട്ടിഫുൾ ക്രീച്ചേഴ്സ്, നല്ല മനോഹരമായിട്ടുള്ള ജീവികളായിരുന്നു അവ. ഇൻ എ ബ്ലാക്ക് നെയ്ബർഹുഡ് യു വുഡൻ ഡെയർ ഓൺ എ ക്യാറ്റ്, എസ്പെഷ്യലി എ ബ്ലാക്ക് ക്യാറ്റ്. ഡെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു ഹാവ് ദ കറേജ് എന്നാണ് അർത്ഥം. കറുത്ത വർഗ്ഗക്കാർ ജീവിക്കുന്ന അയൽപ്പക്കത്ത് ഒരു പൂച്ചയെ സ്വന്തമാക്കുക എന്നത് ആരും ധൈര്യപ്പെടുന്ന ഒന്നായിരുന്നില്ല, ഏറെ പ്രത്യേകിച്ച് ഒരു കറുത്ത പൂച്ചയെ. അങ്ങനെ നിങ്ങൾ ഒരു പൂച്ചയെ വളർത്തുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ലൈക്ക് വെയറിങ് എ സൈൻ ദാറ്റ് സെഡ് ഹലോ ഐ ആം എ വിച്ച്. അങ്ങനെ ഒരു പൂച്ചയെ വളർത്തിയാൽ നിങ്ങൾ ഹലോ ഞാനൊരു മന്ത്രവാദിനിയാണ് എന്ന സൂചന എഴുതി ധരിക്കുന്നത് പോലെയാണ്. സിൻസ് വി ഹാഡ് മൂവ് ടു എ കളേർഡ് നെയ്ബർഹുഡ് മൈ മോം തോട്ട് ദ ക്യാറ്റ്സ് വുഡ് ബി ഓക്കെ. കളേർഡ് നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിലെ മിക്സഡ് റേസിനെ പറയുന്നതാണ്. മിക്സഡ് റേസ് എന്ന് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കളേർഡ് നെയ്ബർഹുഡിലേക്ക് മാറിയപ്പോൾ തൊട്ട് എൻ്റെ അമ്മ ചിന്തിച്ചിരുന്നു പൂച്ചകളെ അവിടെ വളർത്തുന്നത് കുഴപ്പമൊന്നും ഇല്ല എന്ന്. അങ്ങനെ ഞങ്ങൾ 2 പൂച്ചകളെ വാങ്ങിക്കുകയും വൺസ് ദേ വേ ഗ്രോൺ വി ലെറ്റ് ദം ഔട്ട് ഡ്യൂറിങ് ദ ഡേ ടു റോം ദ നെയ്ബർഹുഡ്. അവർ വളർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ പകൽ സമയങ്ങളിൽ അയൽപ്പക്കത്തേക്ക് ചുറ്റാൻ വിടുമായിരുന്നു. Then one evening we came to home to find something terrible had happened. ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ ദാരുണമായ അല്ലെങ്കിൽ മോശമായ എന്തോ ഒന്ന് സംഭവിച്ചതായി ഞങ്ങൾ കണ്ടു. Both the cats had been killed. ആരോ 2 പൂച്ചകളെയും കൊന്നിരിക്കുന്നു. On our front wall someone had written in Afrikaans Hex. ആഫ്രിക്കാൻസ് എന്ന് പറയുന്നത് ഡച്ചിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ ആ ലാംഗ്വേജിൽ ആരോ ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്തെ മതിലിൽ ഹേക്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഹേക്സ് എന്നാൽ വിച്ച് അല്ലെങ്കിൽ മന്ത്രവാദി എന്നാണ് അർത്ഥം. ആഫ്റ്റർ ദ ക്യാറ്റ്സ് വേ കിൽഡ് വി ടുക്ക് എ ബ്രേക്ക് ഫ്രം പെറ്റ്സ് ഫോർ എ വൈൽ. പൂച്ചകൾ കൊല്ലപ്പെട്ട ശേഷം ഞങ്ങൾ മൃഗങ്ങളെ വളർത്തുന്നതിൽ നിന്നും ഒരു ഇടവേള എടുത്തു. ഓൾമോസ്റ്റ് എവ്രി ബ്ലാക്ക് ഫാമിലി ഐ ന്യൂ ഹാഡ് എ ഡോഗ്. എനിക്കറിയാവുന്ന ഒട്ടുമിക്ക എല്ലാ കറുത്ത വർഗത്തിൽപ്പെട്ട കുടുംബങ്ങളിലും ഒരു നായ ഉണ്ടായിരുന്നു. നോ മാറ്റർ ഹൗ പുവർ യു വെയർ യു ഹാഡ് എ ഡോഗ്. നിങ്ങൾക്ക് എത്ര തന്നെ പാവപ്പെട്ടവർ ആയാലും നിങ്ങൾക്ക് ഒരു നായ ഉണ്ടാകും, അതും കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ. വൈറ്റ് പീപ്പിൾ ട്രീറ്റ് ഡോഗ്സ് ലൈക്ക് ചിൽഡ്രൻ ഓർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. വെളുത്ത വർഗ്ഗക്കാർ നായകളെ കുട്ടികളെ പോലെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് പരിചരിച്ചിരുന്നത്. ബ്ലാക്ക് പീപ്പിൾസ് ഡോഗ് ആർ മോർ ഫോർ പ്രൊട്ടക്ഷൻ, എ പുവർ മാൻസ് അലാം സിസ്റ്റം. കറുത്ത വർഗ്ഗക്കാർ നായ്ക്കളെ വളർത്തിയത് സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. ഒരു പാവപ്പെട്ടവൻ്റെ വാണിംഗ് സിസ്റ്റം പോലെ, ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഉപകരണം പോലെയായിരുന്നു കറുത്ത വർഗ്ഗക്കാർ നായ്ക്കളെ വളർത്തിയിരുന്നത്. യു ബൈ എ ഡോഗ് ആൻഡ് യു കീപ്പ് ഇറ്റ് ഔട്ട് ഇൻ ദ യാർഡ്. നിങ്ങളൊരു നായയെ വാങ്ങി അതിനെ മുറ്റത്തിട്ട് വളർത്തണം. അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു രീതി. ബ്ലാക്ക് പീപ്പിൾ നെയിം ഡോഗ്സ് ബൈ ദയർ ട്രെയ്റ്റ്സ്. കറുത്ത വർഗ്ഗക്കാർ നായകൾക്ക് പേര് നൽകിയിരുന്നത് അവരുടെ സ്വഭാവ സവിശേഷതകൾ വെച്ചിട്ടായിരുന്നു. ഇഫ് ഇറ്റ് ഹാസ് സ്ട്രൈപ്സ് യു കോൾ ഇറ്റ് ടൈഗർ. നായകളുടെ ദേഹത്ത് വരകൾ ഉണ്ടെങ്കിൽ അതിനെ ടൈഗർ എന്നും, ഇഫ് ഇറ്റ്സ് വിഷ്യസ് യു കോൾ ഇറ്റ് ഡേഞ്ചർ. അത് വിഷ്യസ് എന്ന് പറഞ്ഞാൽ വയലന്റ് അല്ലെങ്കിൽ ക്രൂവൽ. അത് ക്രൂവൽ ആണെങ്കിൽ അതിനെ ഡേഞ്ചർ എന്നും,
ഇഫ് ഇറ്റ് ഹാസ് സ്പോട്സ് യു കോൾ ഇറ്റ് സ്പോട്ടി. അതിൻ്റെ ദേഹത്ത് പാടുകൾ അല്ലെങ്കിൽ കുത്തുകൾ ഉണ്ടെങ്കിൽ അതിനെ സ്പോട്ടി എന്നും വിളിക്കുമായിരുന്നു. വൺ ഡേ സം ലേഡി അറ്റ് മൈ മോംസ് വർക്ക് ഓഫേർഡ് ആസ് 2 പപ്പീസ്. ഒരു ദിവസം എൻ്റെ അമ്മയുടെ ജോലിസ്ഥലത്തുള്ള ഒരു സ്ത്രീ ഞങ്ങൾക്ക് 2 നായക്കുട്ടികളെ തന്നു. മോം ബ്രോട്ട് ദം ഹോം ആൻഡ് ഐ വാസ് ദ ഹാപ്പിയസ്റ്റ് കിഡ് ഓൺ എർത്ത്. അമ്മ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ആ നിമിഷത്തിൽ ഞാനായിരുന്നു ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സന്തോഷവാനായിട്ടുള്ള കുട്ടി. ഷീ നെയിം ദം ഫൂഫി ആൻഡ് പാന്തർ. അമ്മ അവർക്ക് ഫൂഫി എന്നും പാന്തർ എന്നും പേര് നൽകി. ഫൂഫി, ഐ ഡോണ്ട് നോ വേർ ഹെർ നെയിം കെയിം ഫ്രം. ഫൂഫി, അവരുടെ പേര് എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് അറിയില്ല. പാന്തർ ഹാഡ് എ പിങ്ക് നോസ്, സോ ഷീ വാസ് പിങ്ക് പാന്തർ ആൻഡ് ഇവഞ്ച്വലി ജസ്റ്റ് പാന്തർ. പാന്തറിന് പിങ്ക് നിറത്തിലുള്ള മൂക്കായിരുന്നു, അതിനാൽ അവൾ പാന്തറായി മാറി, ഒടുവിൽ പാന്തർ മാത്രമായി. They were 2 sisters who loved and hated each other. പരസ്പരം സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്ത 2 സഹോദരിമാരായിരുന്നു ആ നായകൾ. They would look out for each other. They would also fight all the time. അവർ 2 പേരും പരസ്പരം പരിപാലിക്കുകയും അതേപോലെ തന്നെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയും ചെയ്യുമായിരുന്നു എല്ലാ സമയവും. It was a strange relationship. അതൊരു വിചിത്രമായ ബന്ധമായിരുന്നു ആ 2 നായ്ക്കളും തമ്മിലുള്ളത്. പാന്തർ വാസ് മൈ മോംസ് ഡോഗ്, ഫൂഫി വാസ് മൈൻ. പാന്തർ എൻ്റെ അമ്മയുടെ നായയായിരുന്നു, ഫൂഫി എൻ്റേതും. ഫൂഫി വാസ് ബ്യൂട്ടിഫുൾ. ഫൂഫി വളരെ സുന്ദരിയായിരുന്നു. ക്ലീൻ ലൈൻസ്, ഹാപ്പി ഫേസ്. അവൾക്ക് വൃത്തിയുള്ള വരകളും അതേപോലെ തന്നെ സന്തോഷമുള്ള ഒരു മുഖവും ഉണ്ടായിരുന്നു. ഷീ ലുക്ക് ലൈക്ക് എ പെർഫെക്റ്റ് ബുൾ ടെറിയർ. ബുൾ ടെറിയർ എന്ന് പറഞ്ഞാൽ ഒരു ഇനത്തിൽപ്പെട്ട നായയാണ്. അവളെ കാണുവാൻ തികച്ചും ഒരു ബുൾ ടെറിയറിനെ പോലെയായിരുന്നു. പാന്തർ കെയിം ഔട്ട് വേഡ് ആൻഡ് സ്ക്രഫി ലുക്കിംഗ്. പാന്തറിനെ കാണുവാൻ വേഡ് എന്ന് പറഞ്ഞാൽ വിചിത്രമായത്, സ്ക്രഫി ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒതുക്കമില്ലാത്ത ഒരു രൂപമെന്നാണ്. പാന്തറിനെ കാണുവാൻ വളരെയധികം വിചിത്രവും ഒരു ഒതുക്കമില്ലാത്ത ഒരു രൂപഭാവമായിരുന്നു പാന്തറിന് ഉണ്ടായിരുന്നത്. പാന്തർ വാസ് സ്മാർട്ട് വേറാസ് ഫൂഫി വാസ് എ ഡംബ്. പാന്തർ വളരെ മിടുക്കിയായിരുന്നു, പക്ഷേ ഫൂഫി മണ്ടിയായിരുന്നു. അറ്റ്ലീസ്റ്റ് വി ഓൾവേസ് തോട്ട് ഷീ വാസ് എ ഡംബ്. എന്തായാലും അവൾ മണ്ടിയാണെന്നാണ് ഞങ്ങൾ എപ്പോഴും കരുതിയത്. കാരണം whenever we called her, Panther would come right away, but Fufi would not do anything. ഞങ്ങൾ അവളെ വിളിക്കുമ്പോഴെല്ലാം പാന്തർ ഉടനെ വരും, പക്ഷേ ഫൂഫി ഒന്നും ചെയ്യാറില്ല, വരാറുമില്ല. പാന്തർ വുഡ് റൺ ബാക്ക് ആൻഡ് ഗെറ്റ് ഫൂഫി ആൻഡ് ദെൻ ദേ വുഡ് ബോത്ത് കം. ഞങ്ങൾ വിളിക്കുമ്പോൾ പാന്തർ തിരിഞ്ഞുപോയി ഫൂഫിയുടെ അടുത്ത് ചെല്ലുകയും പിന്നീട് അവർ ഒരുമിച്ച് ഞങ്ങളുടെ അരികിലേക്ക് വരികയും ചെയ്യും. ഇറ്റ് ടേൺഡ് ഔട്ട് ദാറ്റ് ഫൂഫി വാസ് ഡഫ്. പിന്നീടാണ് തെളിഞ്ഞത്. ടേൺഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ തെളിയുക അല്ലെങ്കിൽ മനസ്സിലാവുക. ഒടുവിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഫൂഫി ഡെഫായിരുന്നു, ബദിരയാണെന്ന്, ചെവി കേൾക്കുവാൻ കഴിയില്ല എന്ന്. ഇയേഴ്സ് ലേറ്റർ ഫൂഫി ഡൈഡ് വെൻ എ ബർഗ്ലർ വാസ് ട്രൈയിങ് ടു ബ്രേക്ക് ഇൻ ടു അവർ ഹൗസ്. വർഷങ്ങൾക്ക് ശേഷം ഒരു കള്ളൻ ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചപ്പോൾ ആ സംഭവത്തിൽ ഫൂഫി മരിക്കുകയും ചെയ്തു. ബർഗ്ലർ എന്ന് പറഞ്ഞാൽ കള്ളൻ എന്നാണ് അർത്ഥം. He pushed the gate over and it fell on her back and broke her spine. അയാൾ ഗേറ്റ് തള്ളിമാറ്റാൻ ശ്രമിച്ചപ്പോൾ അത് ഫൂഫിയുടെ പുറകിൽ വീഴുകയും അവരുടെ നട്ടെല്ല് തകരുകയും ചെയ്തു. We took her to the vet and she had to be put down. ഞങ്ങൾ അവളെ മൃഗാശുപത്രിയിൽ മൃഗഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയെങ്കിലും അവർ അവളെ പുട്ട് ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞു. പുട്ട് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തെ വേദനയൊന്നും അറിയിക്കാതെ കൊന്നുകളയുക എന്നാണ് അർത്ഥം വരുന്നത്. ആഫ്റ്റർ എക്സാമിനിങ് ഹെർ ദ വെറ്റ് കെയിം ഓവർ ആൻഡ് ഗേവ് ദ ന്യൂസ്. അവളെ പരിശോധിച്ച ശേഷം മൃഗഡോക്ടർ വന്ന് ഞങ്ങളോട് ആ വാർത്ത പറഞ്ഞു. It must have been strange for your family living with a dog that was deaf, he said. നിങ്ങളുടെ കുടുംബം ചെവി കേൾക്കാൻ കഴിയാത്തൊരു നായയോടൊപ്പം താമസിക്കുന്നത് നിങ്ങൾക്ക് വിചിത്രമായി തോന്നിയിരിക്കണം എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാവാതെ എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യു ഡിഡ്ന്റ് നോ യുവർ ഡോഗ് വാസ് എ ഡെഫ്. നിങ്ങളുടെ നായ ബദിരയാണെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നോ, വി തോട്ട് ഇറ്റ് വാസ് സ്റ്റുപ്പിഡ്. ഇല്ല, അത് ഒരു മണ്ടിയാണ് ഇല്ലെങ്കിൽ മന്ദബുദ്ധിയാണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. That's when we realized that their whole lives the one dog had been telling the other dog what to do somehow.
അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു നായ തൻ്റെ ജീവിതകാലം മുഴുവൻ മറ്റേ നായയോട് എന്തു ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ദ സ്മാർട്ട് ഹിയറിംഗ് വൺ വാസ് ഹെൽപ്പിംഗ് ദ ഡോഡ്ജി ഡെഫ് വൺ. ഡോഡ്ജി എന്ന് പറഞ്ഞാൽ വിഡ്ഢി അല്ലെങ്കിൽ മന്ദബുദ്ധി എന്നാണ് അർത്ഥം. ബുദ്ധിമാനും കേൾവിശക്തിയുള്ളവനുമായ ആ നായ വിഡ്ഢിയും ബധിരയുമായ മറ്റൊരു നായയെ സഹായിക്കുകയായിരുന്നുവെന്നും. ഫൂഫി വാസ് ദ ലവ് ഓഫ് മൈ ലൈഫ്. ഫൂഫി എൻ്റെ ജീവിതത്തിലെ പ്രണയമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നായിരുന്നു ഫൂഫി എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ ബട്ട് സ്റ്റുപ്പിഡ്. ഫൂഫി വളരെ സുന്ദരിയാണ്, പക്ഷേ ഒരു മണ്ടിയായിരുന്നു, മന്ദബുദ്ധിയായിരുന്നു. ഐ റേസ്ഡ് ഹെർ. ഞാനായിരുന്നു ഫൂഫിയെ വളർത്തിയിരുന്നത്. ഐ പോട്ടി ട്രെയിൻഡ് ഹെർ. ഞാനായിരുന്നു പോട്ടി പരിശീലനം ഇല്ലെങ്കിൽ ടോയ്ലറ്റ് പരിശീലനം അവൾക്ക് നൽകിയിരുന്നത്. ഷീ സ്ലെപ്റ്റ് ഇൻ മൈ ബെഡ്. എൻ്റെ കിടക്കയിലായിരുന്നു അവൾ കിടന്നുറങ്ങിയിരുന്നത്. എ ഡോഗ് ഈസ് എ ഗ്രേറ്റ് തിങ് ഫോർ എ കിഡ് ടു ഹാവ്. ഒരു കുട്ടിക്ക് ഒരു നായ ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. ഇറ്റ്സ് ലൈക്ക് എ ബൈസൈക്കിൾ ബട്ട് വിത്ത് ഇമോഷൻസ്. ഒരു കുട്ടിക്ക് എങ്ങനെയാണോ ഒരു ബൈസൈക്കിൾ ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഒരു നായ ഉണ്ടായിരിക്കുന്നതും. പക്ഷേ നായയ്ക്ക് വികാരങ്ങളുണ്ട്, ഫീലിങ്സ് ഉണ്ട് എന്ന് പറയുകയാണ്. ഫൂഫി കുഡ് ഡു ഓൾ സോർട്സ് ഓഫ് ട്രിക്സ്. ഫൂഫിക്ക് എല്ലാത്തരം തന്ത്രങ്ങളും ചെയ്യാൻ കഴിയുമായിരുന്നു. ഷീ കുഡ് ജംപ് സൂപ്പർ ഹൈ. അവൾക്ക് വളരെ ഉയരത്തിൽ ചാടാൻ കഴിയുമായിരുന്നു. ഐ മീൻ ഫൂഫി കുഡ് ജംപ്. ഞാൻ ഉദ്ദേശിച്ചത് ഫൂഫിക്ക് ചാടാൻ കഴിയുമായിരുന്നു. I would hold a piece of wood out above my own head and she would leap up and grab it like it was nothing. ഞാൻ എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു കഷ്ണം ഭക്ഷണം പിടിക്കുകയും അവൾ അത് ചാടി അതൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിൽ എടുക്കുകയും ചെയ്യുമായിരുന്നു. ഇഫ് സോഷ്യൽ മീഡിയ വാസ് എറൗണ്ട് ദെൻ ഫൂഫി വുഡ് ഹാവ് ബീൻ എ സ്റ്റാർ. അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഫൂഫി ഒരു താരമാകുമായിരുന്നു. ഫൂഫി വാസ് എ ലിറ്റിൽ റാസ്കൽ ആസ് വെൽ. ഫൂഫിക്ക് ചെറിയ വികൃതികളും ഉണ്ടായിരുന്നു. ഡ്യൂറിംഗ് ദ ഡേ വി കെപ്റ്റ് ദ ഡോഗ്സ് ഇൻ ദ ബാക്ക് യാർഡ് വിച്ച് വാസ് എൻക്ലോസ്ഡ് ബൈ എ വാൾ അറ്റ് ലീസ്റ്റ് 5 feet ഹൈ. പകൽ സമയത്ത് ഞങ്ങൾ നായ്ക്കളെ പിൻമുറ്റത്ത് വളർത്തിയിരുന്നു. കുറഞ്ഞത് 5 അടി ഉയരമുള്ള ഒരു മതിൽ കൊണ്ട് ആ പിൻമുറ്റം അടച്ചിരുന്നു. After a while, every day we would come home and Fufi would be sitting outside the gate waiting for us. കുറച്ച് കഴിയുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ ഫൂഫി ഗേറ്റിന് പുറത്ത് ഞങ്ങളെ കാത്ത് ഇരിക്കുമായിരുന്നു. വി വെയർ ഓൾവേസ് കൺഫ്യൂസ്ഡ്. ഞങ്ങൾ എപ്പോഴും ആശയക്കുഴപ്പത്തിലായിരുന്നു, സംശയത്തിലായിരുന്നു. വാസ് സമ്മൺ ഓപ്പണിംഗ് ദ ഗേറ്റ്? വാട്ട് വാസ് ഗോയിങ് ഓൺ? ആരെങ്കിലും ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചതാണോ? ഗേറ്റ് തുറക്കുകയാണോ? അതോ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? ഇറ്റ് നെവർ ഒക്കേർഡ് ടു us that she could actually scale a 5-foot wall, but that was exactly what was happening. അവൾക്ക് 5 അടി മതിൽ ചാടി കയറുവാൻ കഴിയുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ അത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരുന്നത്. Every morning, Fufi would wait for us to leave, jump over the wall and go roaming around the neighborhood. എല്ലാ ദിവസവും രാവിലെ ഫൂഫി ഞങ്ങൾ പോകുന്നതുവരെ കാത്തിരിക്കും. ഞങ്ങൾ പോയി കഴിയുമ്പോൾ മതിൽ ചാടിക്കടന്ന് അയൽപ്പക്കത്തൊക്കെ ചുറ്റി നടക്കും. ഐ കോഡ് ഹർ വൺ ഡേ വെൻ ഐ വാസ് ഹോം ഫോർ ദ സ്കൂൾ ഹോളിഡേയ്സ്. എൻ്റെ സ്കൂൾ അവധിക്കാലത്ത് ഞാൻ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ഇത് കണ്ടുപിടിച്ചു. മൈ മോം ഹാഡ് ലെഫ്റ്റ് ഫോർ വർക്ക് ആൻഡ് ഐ വാസ് ഇൻ ദ ലിവിംഗ് റൂം. എൻ്റെ അമ്മ ജോലിക്ക് പോയിരുന്നു, ഞാൻ സ്വീകരണ മുറിയിലായിരുന്നു. Fufi didn't know I was there. She thought I was gone because the car was gone. കാർ പോയതിനാൽ ഞാൻ പോയെന്നാണ് അവൾ കരുതിയിരുന്നത്. ഞാൻ അവിടെ ഉണ്ടെന്ന് ഫൂഫിക്ക് അറിയില്ലായിരുന്നു. I heard panther barking in the backyard, looked out and there was Fufi scaling the wall. Scaling എന്ന് പറഞ്ഞാൽ ക്ലൈംബിംഗ് എന്നാണ് അർത്ഥം. പിൻമുറ്റത്ത് പാന്തർ കുരയ്ക്കുന്നത് ഞാൻ കേൾക്കുകയും ഞാനത് പുറത്തേക്ക് നോക്കിയപ്പോൾ ഫൂഫി മതിൽ ചാടി കയറുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു. She had jumped, scampered up the last couple of feet and then she was gone. അവൾ ചാടുകയും അവസാനത്തെ 2 അടി അവൾ മതിലിൻ്റെ മുകളിലേക്ക് ഓടിക്കയറി അവിടെ നിന്ന് പോവുകയും ചെയ്തു. സ്കാമ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓടിക്കയറുക എന്നാണ് അർത്ഥം. ഐ കുഡിൻ ബിലീവ് വാട്ട് വാസ് ഹാപ്പനിങ്. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. ഐ റാൻ ഔട്ട് ഫ്രണ്ട്, ഗ്രാബ്ഡ് ബൈ മൈ സൈക്കിൾ ആൻഡ് ഫോളോഡ് ഹെർ ടു സീ വേർ ഷി വാസ് ഗോയിങ്. ഞാൻ വീടിൻ്റെ മുൻവശത്തേക്ക് ഓടുകയും എൻ്റെ സൈക്കിൾ എടുത്ത് അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് കാണാൻ അവളുടെ പിന്നാലെ പോവുകയും ചെയ്തു.
ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ ടേക്ക് ഹോൾഡ് ഓഫ് സംതിങ് എന്നാണ് അർത്ഥം. ഷീ വെൻ്റ് എ ലോങ് വേ മെനി സ്ട്രീറ്റ്സ് ഓവർ ടു അനദർ പാർട്ട് ഓഫ് ദ നെയ്ബർഹുഡ്. അവൾ വളരെ ദൂരം പോയി, നിരവധി തെരുവുകൾ കടന്ന് അയൽപ്പക്കത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. Then she went up to this other house and jumped over their wall and into their backyard. പിന്നെ അവൾ മറ്റൊരു വീട്ടിലേക്ക് കയറി അവരുടെ മതിൽ ചാടിക്കടന്ന് അവരുടെ പിൻമുറ്റത്തേക്ക് പോയി. വാട്ട് ദ ഹെൽ വാസ് ഷീ ഡൂയിങ്? അവൾ എന്താണ് ചെയ്യുന്നത്? ഐ വെൻറ്റ് അപ്പ് ടു ദ ഗേറ്റ് ആൻഡ് റാങ് ദ ഡോർബെൽ. എ കിഡ് ആൻസേർഡ്. ഞാൻ ഗേറ്റിനടുത്തേക്ക് പോയി ഡോർബെൽ അടിച്ചു. അപ്പോൾ ഒരു കുട്ടിയാണ് മറുപടി പറഞ്ഞത്. മേ ഐ ഹെൽപ്പ് യു? ഹീ സെഡ്. ആ കുട്ടി ചോദിച്ചു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? യാ, മൈ ഡോഗ് ഈസ് ഇൻ യുവർ യാർഡ്. അപ്പോൾ ട്രെവർ പറഞ്ഞു, അതെ, എൻ്റെ നായ നിങ്ങളുടെ മുറ്റത്തുണ്ട്. അപ്പോൾ ആ കുട്ടി ഒന്നും മനസ്സിലാവാതെ വാട്ട്, എന്ത് എന്ന് ചോദിക്കുകയും വീണ്ടും ട്രെവർ പറഞ്ഞു, മൈ ഡോഗ് ഷീ ഈസ് ഇൻ യുവർ യാർഡ്. എൻ്റെ നായ അവൾ നിങ്ങളുടെ മുറ്റത്തുണ്ട്. ഫൂഫി വാക്ക്ഡ് അപ്പ് ആൻഡ് സ്റ്റുഡ് ബിറ്റ്വീൻ അസ്. ഫൂഫി നടന്ന് ഞങ്ങൾക്കിടയിൽ വന്നു നിന്നു. ഫൂഫി കം, ഐ സെഡ്, ലെറ്റ്സ് ഗോ. അപ്പോൾ ട്രെവർ ഫൂഫിയോട് പറഞ്ഞു, ഫൂഫി വരൂ, നമുക്ക് പോകാം. ദിസ് കിഡ് ലുക്ക്ഡ് അറ്റ് ഫൂഫി ആൻഡ് കോൾഡ് ഹെർ ബൈ സം അതർ സ്റ്റുപ്പിഡ് നെയിം. ആ കുട്ടി ഫൂഫിയെ നോക്കി മറ്റേതോ മണ്ടൻ പേര് വിളിച്ചു. സ്പോട്ടി, ഗോ ബാക്ക് ഇൻസൈഡ് ദ ഹൗസ്. സ്പോട്ടി വീടിനുള്ളിലേക്ക് തിരിച്ചു കയറി പോകുവാൻ ആ കുട്ടി ആവശ്യപ്പെട്ടപ്പോൾ, ഓ ഐ സെഡ്, സ്പോട്ടി, ദാറ്റ്സ് ഫൂഫി. അത് സ്പോട്ടിയല്ല, ഫൂഫിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, നോ, ദാറ്റ്സ് മൈ ഡോഗ് സ്പോട്ടി. ഇല്ല, അത് എൻ്റെ നായയാണ് സ്പോട്ടി. നോ, ദാറ്റ്സ് ഫൂഫി മൈ ഫ്രണ്ട്. വീണ്ടും ഞാൻ പറഞ്ഞു, അത് ഫൂഫിയാണ്, എൻ്റെ സുഹൃത്താണ്. ആ കുട്ടി വീണ്ടും പറയുകയാണ്, ഇല്ല, അത് സ്പോട്ടിയാണ്. നോ, ദിസ് ഈസ് സ്പോട്ടി. ഹൗ കുഡ് ദിസ് ബി സ്പോട്ടി? ഷീ ഡസൻറ്റ് ഈവൻ ഹാവ് സ്പോട്ട്സ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സ്പോട്ടിയാകും? അവൾക്ക് പാടുകൾ പോലുമില്ല. യു ഡോണ്ട് നോ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട്. നീ എന്താണ് പറയുന്നതെന്ന് നിനക്ക് അറിയില്ല. ദിസ് ഈസ് സ്പോട്ടി. എന്നാൽ ആ കുട്ടി വീണ്ടും പറയുകയാണ്, ഇതാണ് സ്പോട്ടി. ഫൂഫി. വീണ്ടും ഞാൻ പറഞ്ഞു, അത് ഫൂഫി. വീണ്ടും ആ കുട്ടി പറയുന്നു, സ്പോട്ടി, ഫൂഫി. ഓഫ് കോഴ്സ്, സിൻസ് ഫൂഫി വാസ് ഡെഫ്, ഷീ ഡിഡ്ന്റ് റെസ്പോണ്ട് ടു സ്പോട്ടി ഓർ ഫൂഫി. തീർച്ചയായും ഫൂഫിയാണെങ്കിൽ, ഫൂഫി ചെവി കേൾക്കാത്ത ഒരു നായ ആയതുകൊണ്ട് തന്നെ അവൾക്ക് സ്പോട്ടി അല്ലെങ്കിൽ ഫൂഫി എന്ന് വിളിച്ചപ്പോൾ ഒന്നും തന്നെ ഒരു പ്രതികരണവും ഇല്ലായിരുന്നു. ഐ സ്റ്റാർട്ടഡ് കേഴ്സിങ് ദ കിഡ് ഔട്ട്. ഞാൻ ആ കുട്ടിയെ ശപിക്കുവാൻ തുടങ്ങി. ഗീവ് മീ ബാക്ക് മൈ ഡോഗ്. എൻ്റെ നായയെ തിരികെ തരാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഐ ഡോണ്ട് നോ ഹൂ യു ആർ, ഹീ സെഡ്, ബട്ട് യു ബെറ്റർ ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ആ കുട്ടി എന്നോട് പറഞ്ഞു, നീ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. ദെൻ ഹി വെൻറ്റ് ഇൻ ടു ദ ഹൗസ് ആൻഡ് ഗോട്ട് ഹിസ് മോം ആൻഡ് ഷീ കെയിം ഔട്ട്. പിന്നെ അവൻ വീട്ടിലേക്ക് കയറിപ്പോയി തൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. വാട്ട് ഡു യു വാണ്ട്? ഷീ ആസ്ഡ്. അമ്മ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ദാറ്റ്സ് മൈ ഡോഗ്. അത് എൻ്റെ നായയാണ്. ദിസ് ഈസ് അവർ ഡോഗ്, ഗോ എവേ. ഇത് ഞങ്ങളുടെ നായയാണ്, നീ ഇവിടെ നിന്ന് പോകുവാൻ അവർ ആവശ്യപ്പെട്ടു. ഐ സ്റ്റാർട്ടഡ് ക്രൈയിങ്. ഞാൻ കരയുവാൻ തുടങ്ങി. വൈ ആർ യു സ്റ്റീലിംഗ് മൈ ഡോഗ്? നിങ്ങൾ എന്തിനാണ് എൻ്റെ നായയെ മോഷ്ടിക്കുന്നത്? ഐ ടേൺ ടു ഫൂഫി ആൻഡ് ബെഗ്ഡ് ഹെർ. ഞാൻ ഫൂഫിയുടെ നേരെ തിരിഞ്ഞ് അവളോട് യാചിച്ചു. ഫൂഫി, വൈ ആർ യു ഡൂയിങ് ദിസ് ടു മീ? ഫൂഫി, നീ എന്തിനാണ് എന്നോടിങ്ങനെ ചെയ്യുന്നത്? വൈ ഫൂഫി, വൈ? എന്തിന്? ഐ കോൾ ടു ഹെർ. ഞാൻ അവളെ വിളിച്ചു. ഐ ബെഗ്ഡ് ഹെർ ടു കം. ഞാൻ അവളോട് വരാൻ വേണ്ടി അപേക്ഷിച്ചു. ഫൂഫി വാസ് ഡെഫ് ടു മൈ പ്ലീസ്. പക്ഷേ എൻ്റെ അപേക്ഷകൾക്ക് ഒന്നും തന്നെ അവൾ ചെവി കൊടുത്തില്ല. ആൻഡ് എവറിത്തിങ് എൽസ്. എൻ്റെ മറ്റെല്ലാത്തിനും, എൻ്റെ കരച്ചിലിനും എൻ്റെ യാചനകൾക്കും ഒന്നും തന്നെ അവൾ ചെവി കൊടുത്തില്ല. അവൾ കേട്ടതായി ഭാവിച്ചില്ല. ഐ ജംപ്ഡ് ഓൺ ടു മൈ ബൈക്ക് ആൻഡ് റേസ്ഡ് ഹോം, ടീയേഴ്സ് റണ്ണിങ് ഡൗൺ മൈ ഫേസ്. ഞാൻ എൻ്റെ സൈക്കിളിൽ കയറി വളരെ വേഗതയിൽ വീട്ടിലേക്ക് പോകുമ്പോഴും എൻ്റെ മുഖത്തിലൂടെ കണ്ണുനീർ തുള്ളികൾ ഒഴുകുന്നുണ്ടായിരുന്നു. ഐ ലവ്ഡ് ഫൂഫി സോ മച്ച്
To see her with another boy acting like she didn't know me after I raised her, after all the nights we spent together, I was heartbroken. എനിക്ക് ഫൂഫിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാനായിരുന്നു അവളെ വളർത്തിയിരുന്നത്. ഞാൻ വളർത്തിയതിനു ശേഷവും ഞങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ച എല്ലാ രാത്രികൾക്കു ശേഷവും എന്നെ അറിയാത്തതുപോലെ അവൾ അഭിനയിക്കുകയും മറ്റൊരു കുട്ടിയുടെ കൂടെ അവളെ കാണുകയും ചെയ്തപ്പോൾ തൊട്ട് എൻ്റെ ഹൃദയം വല്ലാണ്ട് തകർന്നിരുന്നു. That evening Fufi didn't come home. ആ വൈകുന്നേരം ഫൂഫി വീട്ടിൽ വന്നില്ല. Because the other family thought that I was coming to steal their dog, they had decided to lock her inside so she couldn't make it back the way she normally did to wait for us outside the fence. അവരുടെ നായയെ മോഷ്ടിക്കാൻ ഞാൻ വന്നതാണെന്ന് മറ്റേ കുടുംബം കരുതിയതിനാൽ അവളെ അകത്ത് പൂട്ടാൻ അവർ തീരുമാനിച്ചു. അതിനാൽ സാധാരണ വേലിക്ക് പുറത്ത് ഞങ്ങളെ കാത്തിരിക്കുന്നത് പോലെ അവൾക്ക് തിരിച്ചു വരുവാൻ കഴിഞ്ഞില്ല. മൈ മോം ഗോഡ് ഹോം ഫ്രം വർക്ക്. എൻ്റെ അമ്മ ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഐ വാസ് ഇൻ ടീയേഴ്സ്. ഞാൻ കണ്ണീരോടെയാണ് നിന്നത്. ഐ ടോൾഡ് ഹർ ഫൂഫി ഹാഡ് ബീൻ കിഡ്നാപ്ഡ്. ഫൂഫിയെ തട്ടിക്കൊണ്ടുപോയെന്ന് ഞാൻ അമ്മയോട് പറയുകയും വി വെൻ ബാക്ക് ടു ദ ഹൗസ്. ആ കുട്ടിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ തിരികെ പോവുകയും ചെയ്തു. മൈ മോം റാങ് ദ ബെൽ ആൻഡ് കൺഫ്രണ്ടഡ് ദ മോം. എൻ്റെ അമ്മ ആ വീട്ടിലെ ബെല്ലടിക്കുകയും ആ കുട്ടിയുടെ അമ്മയെ കൺഫ്രണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു ഫേസ് എന്നാണ്, നേരിടുകയും ചെയ്തു. ലുക്ക്, ദിസ് ഈസ് അവർ ഡോഗ്. നോക്കൂ, ഇത് ഞങ്ങളുടെ നായയാണെന്ന് എൻ്റെ അമ്മ ആ സ്ത്രീയോട് പറഞ്ഞു. ദിസ് ലേഡി ലൈ ടു മൈ മോംസ് ഫേസ്. ദിസ് ഈസ് നോട്ട് യുവർ ഡോഗ്, വി ബോട്ട് ദിസ് ഡോഗ്. ഈ സ്ത്രീ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു. ഇത് നിങ്ങളുടെ നായയല്ല, ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ നായയാണ്. യു ഡിഡ്ന്റ് ബൈ ദിസ് ഡോഗ്, ഇറ്റ്സ് അവർ ഡോഗ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഇത് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ നായയല്ല, ഇത് ഞങ്ങളുടെ നായയാണ്. They went back and forth. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് പോരാടുകയാണ്. This woman wasn't budging. Budging എന്ന് പറഞ്ഞാൽ to move slightly from a position. അവർ പറയുന്നിടത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തന്നെ മാറിയില്ല. ആ സ്ത്രീ പറഞ്ഞത് എന്താണോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സോ വി വെൻറ്റ് ഹോം ടു ഗെറ്റ് എവിഡൻസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി തെളിവുകൾ ശേഖരിക്കാനായി. പിക്ചേഴ്സ് ഓഫ് us with the dogs, certificates from the vet. നായ്ക്കളോടൊപ്പമുള്ള ഞങ്ങളുടെ ചിത്രങ്ങൾ, മൃഗഡോക്ടറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവയെല്ലാം ഞങ്ങൾ തെളിവുകളായി ശേഖരിച്ചു. I was crying the whole time and my mom was losing her patience with me. ഞാൻ അപ്പോഴും കരയുകയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള ക്ഷമ നഷ്ടപ്പെടുകയായിരുന്നു. സ്റ്റോപ്പ് ക്രൈയിങ്, വി വിൽ ഗെറ്റ് ദ ഡോഗ്, കാം ഡൗൺ. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നിന്റെ കരച്ചിൽ നിർത്തുക, നമുക്ക് നായയെ തിരികെ കൊണ്ടുവരാം, നീയൊന്ന് ശാന്തനാവുക. We gathered up our documentations and went back to the house. ഞങ്ങളുടെ രേഖകളെല്ലാം ശേഖരിച്ച് തിരിച്ച് ആ വീട്ടിലേക്ക് ചെന്നു. This time we brought Panther with us as part of proof. ഇത്തവണ തെളിവിൻ്റെ ഭാഗമായി പാന്തറിനെയും ഞങ്ങൾ കൂടെ കൊണ്ടുവന്നു. My mom showed this lady the pictures and the information from the vet. എൻ്റെ അമ്മ ആ സ്ത്രീയെ ഫൂഫിയുടെ ചിത്രങ്ങളും മൃഗഡോക്ടറിൽ നിന്നുള്ള വിവരങ്ങളും കാണിച്ചു. ഷീ സ്റ്റിൽ വുഡൻറ്റ് ഗീവ് us ഫൂഫി. എന്നിട്ടും അവർ ഞങ്ങൾക്ക് ഫൂഫിയെ തിരികെ തന്നില്ല. ഫൈനലി മൈ മോം സെഡ്, ഓക്കെ, ഐ വിൽ ഗീവ് യു 100 rand. ഒടുവിൽ എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 100 rand തരാമെന്ന്. 100 rand എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ കറൻസി ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ ഒഫീഷ്യൽ കറൻസിയാണ് റാൻഡ്. ഫൈൻ, ദ ലേഡി സെഡ്. അങ്ങനെയാകട്ടെ എന്ന് ആ സ്ത്രീയും പറഞ്ഞു. മോം ഗേവ് ഹർ സം മണി ആൻഡ് ഷീ ബ്രോട്ട് ഫൂഫി ഔട്ട്. എൻ്റെ അമ്മ അവർക്ക് കുറച്ച് പണം നൽകിയപ്പോൾ അവർ ഫൂഫിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. This other kid who thought Fufi was sporty had to watch his mother sell the dog he thought was his. മറ്റേ കുട്ടിക്ക് തൻ്റേതെന്ന് കരുതിയ നായയെ അവൻ്റെ അമ്മ വിൽക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു. Now he started crying, "Sporty, no, mom, don't sell sporty." ഇപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്പോട്ടി വേണ്ട അമ്മ, സ്പോട്ടിയെ വിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ഐ ഡിഡ്ന്റ് കെയർ. എനിക്കതൊരു പ്രശ്നമല്ലായിരുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ഫൂഫി ബാക്ക്. എനിക്ക് ഫൂഫിയെ തിരികെ വേണമായിരുന്നു. വൺസ് ഫൂഫി സോ പാന്തർ, ഷീ കെയിം റൈറ്റ് അവേ. പാന്തറിനെ കണ്ടയുടൻ തന്നെ ഫൂഫിയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നു. ദ ഡോഗ്സ് ലെഫ്റ്റ് വിത്ത് us ആൻഡ് വി വാക്ഡ്. നായ്ക്കൾ ഞങ്ങളുടെ കൂടെ വരികയും ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് നടക്കുകയും ചെയ്തു.
ഐ സോബ് ദ ഹോൾ വേ ഹോം, സ്റ്റിൽ ഹാർട്ട് ബ്രോക്കൺ. ഇപ്പോഴും ഹൃദയം തകർന്നുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴി മുഴുവൻ ഞാൻ കരയുകയായിരുന്നു. മൈ മോം ഹാഡ് നോ ടൈം ഫോർ മൈ വൈനിങ്. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ പരാതി കേൾക്കാൻ സമയമില്ലായിരുന്നു. വൈനിങ് മീൻസ് കംപ്ലൈനിങ് എന്നാണ് അർത്ഥം. വൈ ആർ യു ക്രൈയിങ്? അപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? ബിക്കോസ് ഫൂഫി ലവ്സ് അനദർ ബോയ്. ഫൂഫി മറ്റൊരു ആൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. സോ വൈ വുഡ് ദാറ്റ് ഹേർട്ട് യു? അപ്പോൾ അത് നിന്നെ എങ്ങനെയാണ് വേദനിപ്പിക്കുന്നത്? എന്തിനാണ് വേദനിപ്പിക്കുന്നത്? ഇറ്റ് ഡിഡിൻ കോസ്റ്റ് യു എനിത്തിങ്. നിനക്ക് ഒരു വിലയും നൽകേണ്ടി വന്നില്ലല്ലോ. അതായത് ഫൂഫിയെ നഷ്ടപ്പെട്ടത് കാരണം നിനക്കൊരു വിലയും നൽകേണ്ടി വന്നില്ലല്ലോ. ഫൂഫി ഈസ് ഹിയർ. ഫൂഫി ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട്. ഷീ സ്റ്റിൽ ലവ്സ് യു. ഇപ്പോഴും ഫൂഫിക്ക് നിന്നെ ഇഷ്ടമാണ്. ഷീ ഈസ് സ്റ്റിൽ യുവർ ഡോഗ്. ഇപ്പോഴും അത് നിന്റെ നായയാണ്. സോ ഗെറ്റ് ഓവർ ഇറ്റ്. അതുകൊണ്ട് നീ അതിൽ നിന്ന് മുക്തി നേടൂ എന്ന് പറയുകയാണ്. ഗെറ്റ് ഓവർ ഇറ്റ് എന്ന് പറഞ്ഞാൽ ടു റിക്കവർ എന്നാണ്. ഫൂഫി വാസ് മൈ ഫസ്റ്റ് ഹാർട്ട് ബ്രേക്ക്. ഫൂഫി ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഹൃദയഭേദകമായ അനുഭവം, ഇല്ലെങ്കിൽ നഷ്ടപ്രണയം എന്നൊക്കെ പറയാം. നോ വൺ ഹാസ് എവർ ബിട്രേഡ് മീ മോർ ദാൻ ഫൂഫി. ഫൂഫിയെ പോലെ മറ്റാരും എന്നെ വഞ്ചിച്ചിട്ടില്ല. ഇറ്റ് വാസ് എ വാല്യുബിൾ ലെസൺ ടു മീ. എനിക്ക് ഇതൊരു വിലപ്പെട്ട പാഠമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം എനിക്കൊരു വിലപ്പെട്ട പാഠമായിരുന്നു. ദ ഹാർഡ് തിങ് വാസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഫൂഫി വാസൻ ചീറ്റിംഗ് ഓൺ മീ വിത്ത് അനദർ ബോയ്. ഫൂഫി മറ്റൊരു ആൺകുട്ടിയുമായി എന്നെ വഞ്ചിക്കുകയല്ലെന്ന് മനസ്സിലാക്കുക എന്നതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഷീ വാസ് മിയർലി ലീവിങ് ഹെർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. അവൾ അവളുടെ ജീവിതം പൂർണ്ണമായി ജീവിക്കുകയായിരുന്നു. Until I knew that she was going out on her own during the day, her other relationship hadn't affected me at all. പകൽ സമയത്ത് അവൾ തനിയെ പുറത്തു പോകുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നതുവരെ അവളുടെ മറ്റൊരു ബന്ധം എന്നെ ഒട്ടും ബാധിച്ചിരുന്നില്ല. ഫൂഫി ഹാഡ് നോ മാലീഷ്യസ് ഇൻറ്റൻറ്റ്. ഫൂഫിക്ക് ഒരു ദുരുദ്ദേശവും ഇല്ലായിരുന്നു. മാലീഷ്യസ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് പ്ലാൻ ടു കോസ് ഹാം, ദുരുദ്ദേശം എന്ന് നമ്മൾ പറയും. അതായത് എനിക്ക് ദോഷം വരുന്ന രീതിയിൽ അവൾ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. ദാറ്റ് എക്സ്പീരിയൻസ് ഷേപ്ഡ് വാട്ട് ഐ ഹാവ് ഫെൽറ്റ് അബൌട്ട് റിലേഷൻഷിപ്സ് ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. ആ അനുഭവമാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ ബന്ധങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നിയ വികാരങ്ങളെ രൂപപ്പെടുത്തിയത്. യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവും നിങ്ങളുടെ സ്വന്തമല്ല. ഐ വാസ് ലക്കി ടു ലേൺ ദാറ്റ് ലെസൺ അറ്റ് സച്ച് എ യങ് ഏജ്. ആ ചെറുപ്രായത്തിൽ തന്നെ ആ ഒരു പാഠം പഠിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഐ ഹാവ് സോ മെനി ഫ്രണ്ട്സ് ഹൂ സ്റ്റിൽ ആസ് അഡൾട്ട്സ് റെസിൽ വിത്ത് ദ ഫീലിങ്സ് ഓഫ് ബിട്രയൽ. എനിക്ക് ഇപ്പോഴും വിശ്വാസവഞ്ചനയുടെ വികാരങ്ങളുമായി മല്ലിടുന്ന നിരവധി സുഹൃത്തുക്കളുണ്ട്, നിരവധി മുതിർന്ന സുഹൃത്തുക്കളുണ്ട്. They will come to me angry and crying and talking about how they have been cheated on and lied to, and I feel for them. അവർ ദേഷ്യത്തോടും കരഞ്ഞുകൊണ്ടും എൻ്റെ അടുക്കിലേക്ക് വരികയും അവർ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടുവെന്നതും അവരോട് മറ്റുള്ളവർ എങ്ങനെയാണ് കള്ളം പറഞ്ഞതെന്നും അവരെന്നോട് സംസാരിക്കും. എനിക്കാണെങ്കിൽ ആ സമയത്ത് അവരോട് സഹതാപം തോന്നും. ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. അവർ എന്ത് വികാരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അവരെന്താണ് അനുഭവിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഐ സാറ്റ് വിത്ത് ദം ആൻഡ് ബൈ ദം എ ഡ്രിങ്ക് ആൻഡ് ഐ സേ, ഫ്രണ്ട് ലെറ്റ് മീ ടെൽ യു ദ സ്റ്റോറി ഓഫ് ഫൂഫി. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കൂടെ ഇരിക്കുകയും അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ അവരോട് പറയും, സുഹൃത്തെ, ഞാൻ നിങ്ങളോടൊരു കഥ പറയാം, ഫൂഫിയുടെ കഥ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പാഠഭാഗം മനസ്സിലായെങ്കിൽ ഒരു കമൻ്റ് ഇടുക. ഇതേപോലുള്ള കൂടുതൽ പാഠഭാഗങ്ങൾ ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.